നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മന്ത്രിയുടെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ പുനരന്വേഷണം. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് വൻ തിരിച്ചടി. പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. സംസ്ഥാന മന്ത്രിയായതിനാൽ പോലീസിന് പകരം ഉന്നതതല അന്വേഷണം വേണമെന്നും ഉത്തരവിൽ പറയുന്നു. കോടതിയുടെ അന്തിമ വിധി അല്ലെന്നും രാജിവെക്കില്ല എന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടേത്. അന്തിമ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റിന് പോലീസ് അവസരം നൽകിയില്ല. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷികളാക്കിയില്ല. മൊഴിയെടുക്കുന്നതിൽ പോലീസിനും ഇക്കാര്യം പരിശോധിക്കുന്നതിൽ മജിസ്ട്രേറ്റിനും വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പരിപാടിയിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരുടെ മാത്രം മൊഴി അടിസ്ഥാനമാക്കിയുള്ള പോലീസ് റിപ്പോർട്ട് സുതാര്യമല്ല. CCTV ദൃശ്യങ്ങളും പെൻഡ്രൈവും പരിശോധിക്കാതെയാണ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടെന്നും കോടതി വിമർശിച്ചു. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്. കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആലോചിക്കും. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ലെന്നതിന് തെളിവാണ് കോടതി വിധിയെന്ന് ഹർജിക്കാരൻ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, MLA ആണ്, അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. കേസിലെ ആരോപണ വിധേയൻ സംസ്ഥാന മന്ത്രിയായതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ലെന്നും ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്കുപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 24 കൊച്ചി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. രാജിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. സജി ചെറിയാൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് CPIM പ്രതികരണം. മുൻപത്തേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കുള്ള വിമർശനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സജി ചെറിയാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് UDFന്റെ മുന്നറിയിപ്പ്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. അദ്ദേഹം നിയമലംഘനങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് പലതും നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം രക്ഷപ്പെട്ടത് ഈ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ ഇക്കുറി അത് പൊളിഞ്ഞുപോയി. സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടാണ് CPMന്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജിവെക്കണമെന്ന് പറയാതെ ആരാളും ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്തിലായി എന്തിനാണ് അതുപോലെ അല്ല കാര്യം. ഇത് സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. സജി ചെറിയാനെ പിന്തുണച്ച് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്തെത്തി. പ്രസംഗം സജി ചെറിയാന്റെ സ്ഥിരം ശൈലിയെന്ന് പ്രതികരണം. കൊച്ചുനാൾ ചെറുപ്പം മുതലേ സജിയുടെ ഒരു ശൈലിയുണ്ട്, ഒരു പ്രസംഗ ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതിയിലാണ് ആ സഭ പ്രസംഗിച്ചു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭരണഘടനയെ വെല്ലുവിളിക്കാനുള്ള ഒരു ചിന്തയോടുകൂടിയോ ഒരു ആവശ്യത്തോടുകൂടിയോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അഭിപ്രായം പറയാനില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. രാജിക്കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരും മന്ത്രിയുമാണെന്നും ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. വോട്ടെണ്ണൽ ശനിയാഴ്ച. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise.
പോളിംഗ് കുറവിലും ആത്മവിശ്വാസം കുറയ്ക്കാതെ പാലക്കാട്ടെ മുന്നണികൾ. LDF അനുഭാവ വോട്ടുകളും ലഭിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശവാദം. 50,000 വോട്ടുകൾ ലഭിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പറഞ്ഞു. UDF പോക്കറ്റുകളിൽ കൃത്യമായ പോളിംഗ് നടന്നെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സന്ദീപ് വാര്യരുടെ വരവും ഗുണം ചെയ്തു. UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞുവെന്നത് തെറ്റായ പ്രചാരണമെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ പോകുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ. 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇടതുവോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്നു ഡോക്ടർ പി സരിൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടുണ്ടോ എന്ന് 23-ന് അറിയാമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 2500-ലധികം വരുന്ന വ്യാജ വോട്ട് നിയമപരമായി CPM തടഞ്ഞുവെന്നും EN സുരേഷ് ബാബു. CPM പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 23-ന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാവും. നിയമപരമായി തടയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യാജ വോട്ട് പൂർണ്ണമായും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. നഗരസഭയിൽ പോളിംഗ് ഉയർന്നത് BJPക്ക് ഗുണം ചെയ്യും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം UDFന് തിരിച്ചടിയാണെന്നും C കൃഷ്ണകുമാർ. 5000-ൽ കൂടുതൽ, കാരണം ഒരു 5%-ോളം ടോട്ടൽ പോളിംഗ് കുറഞ്ഞിട്ടുള്ള 5000-ലധികം വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രസ്ഥാനത്തിനെതിരായിട്ട് സന്ദീപ് തിരിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ മാറി. UDFന് തീർച്ചയായിട്ടും തിരിച്ചടിയാകും. UDF ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇത് അവസാന കാലത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നൊരു വയ്യാവേലിയായി പോയി എന്നാണ് അവർ പറയുന്നത്. പോളിംഗ് കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ വിശ്രമത്തിലേക്ക് കടന്നെങ്കിലും നേതൃത്വത്തിന് വിശ്രമമില്ല. ബൂത്ത് കണക്കുകൾ ഒത്തുനോക്കി ജയസാധ്യതകൾ പരിശോധിക്കുന്ന തിരക്കിലാണവർ. 24 പാലക്കാട്. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചേലക്കരയിൽ മുന്നണികളുടെ ചങ്കിടി പേറുകയാണ്. ബൂത്ത് തല കണക്കിലും അമിത പ്രതീക്ഷയ്ക്ക് ആർക്കും വകയില്ല. ഇതുവരെ കാണാത്ത ശക്തമായ മത്സരമാണ് ഇക്കുറി ചേലക്കരയിലുണ്ടായത്. ചേലക്കരയിൽ ആകെ പോൾ ചെയ്തത് 72.77% വോട്ട്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 4% കുറവ്. ഈ 4%-ലാണ് മുന്നണികളുടെ നെഞ്ചിടിപ്പ്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ കഷ്ടിച്ചു കയറിക്കൂടാമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം LDF നിലനിർത്തിയത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇക്കുറി അതിനോടടുക്കാനാവില്ല. 10,000 മുതൽ 15,000 വരെ മാത്രമാണ് പ്രതീക്ഷ. ആത്മവിശ്വാസത്തിനപ്പുറം ജാഗ്രത കുറവുണ്ടായെന്നാണ് മുന്നണിയിലെ തന്നെ വിമർശനം. പോളിംഗ് ദിവസം വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു UDF. എന്നാൽ തെരഞ്ഞെടുപ്പാനന്തര വിലയിരുത്തലുകളിൽ അത്ര ഹാപ്പിയല്ല UDF ക്യാമ്പ്. 3000 മുതൽ 5000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നാണ് പ്രതീക്ഷ. എല്ലാ നേതാക്കളും ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് പല മേഖലകളിലും സ്വീകാര്യത ലഭിച്ചില്ലെന്നാണ് വിമർശനം. പുതുതായി ചേർക്കപ്പെട്ട 9,000 വോട്ടുകളിൽ 5000-ന് മുകളിൽ വോട്ടുകൾ രമ്യ ഹരിദാസ് നേടുമെന്നും അവകാശവാദം. 30,000-ഓളം വോട്ടുകൾ സമാഹരിച്ച് വെല്ലുവിളി സൃഷ്ടിക്കാമെന്നാണ് NDA കരുതുന്നത്. 3%-ഓളം വോട്ട് DMK പിന്തുണയുള്ള NK സുധീർ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. 24 ചേലക്കര. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം ഇക്കുറി ഉണ്ടാകുമോ എന്നാണ് LDFന്റെയും BJPയുടെയും ആശങ്ക. പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു UDF നേതാക്കൾ പ്രചാരണ ഘട്ടത്തിലുടനീളം പറഞ്ഞിരുന്നത്. എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ അതിപ്പോൾ 4 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. കാരണം പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. 8%-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞത്. തങ്ങളുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നേതാക്കളുടെ അവകാശവാദം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു 5 ലക്ഷം വരെ കടന്നു വരത്തക്ക രീതി 4 ലക്ഷത്തിന്റെ മേലെ എന്ത് വന്നാലും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. അതിനുള്ള ഞങ്ങളുടെ ട്രെൻഡ് ഫോം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. 50,000-ഓളം വോട്ടുകളുടെ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് LDF കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ LDF നേടിയത് 2,83,023 വോട്ടുകളാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായതിനാൽ ജനങ്ങൾക്കുണ്ടായ മടുപ്പാണ് പോളിംഗിൽ പ്രതിഫലിച്ചതെന്ന് LDF നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി ഈ വയനാട് മണ്ഡലം വിട്ടെറിഞ്ഞു പോവുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ തന്നെ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ജനവിധിയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ കടുത്ത അസംതൃപ്തി UDFനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJP നേടിയത് 1,41,045 വോട്ടുകൾ. അത് ഇത്തവണ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും
പരമാവധി പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. കഴിഞ്ഞ തവണ 10.5 ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ഇത്തവണ അത് 9.5 ലക്ഷത്തിലേക്കാണ് ചുരുങ്ങിയത്. ഇത് ആരെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പറവൂരിലെത്തിയത് കുറുവാ സംഘാംഗം സന്തോഷ് സെൽവം അല്ലെന്ന് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം സന്തോഷിനെ ചോദ്യം ചെയ്തു. നവംബർ 13 സന്തോഷ് സെൽവം പറവൂരിൽ എത്തിയിട്ടില്ല. പറവൂരിലെത്തിയത് മറ്റ് തമിഴ് മോഷ്ടാക്കൾ എന്നാണ് വിവരം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ പോലീസ് പറവൂരിലെത്തിയത് കുറുവാ സംഘമാണോ എന്നതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ പറവൂരിലെത്തിയത് ആര് എന്നതിലേക്ക് അന്വേഷണം തുടങ്ങിയോ? അനുജ, പറവൂരിലെത്തിയത് ആര് എന്നതിലേക്കാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില തമിഴ് മോഷ്ടാക്കളാണ് എന്ന് പോലീസ് ഏറെക്കുറെ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മലയാളി പ്രാദേശിക തലത്തിലുള്ള മലയാളി മോഷ്ടാക്കളല്ല, അത് തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളാണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ അപ്പോഴും ഇത് കുറുവാ സംഘമാണോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വടക്കേക്കര CA അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിലെത്തി സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് സന്തോഷ് സെൽവമല്ല പറവൂരിലെത്തിയതെന്ന് കണ്ടെത്തിയത്. 13-ാം തീയതിയാണ് ഈ പറവൂരിൽ നിന്നുള്ള ചേന്നമംഗലത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 2 പേർ 3 മണിയോടുകൂടി പുറത്തേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളുണ്ടായത്. അത് സന്തോഷ് സെൽവമല്ല എന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ഈ സംശയമുള്ള ആളുകളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്താനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പറവൂരിലെത്തിയത് കുറുവാ സംഘാംഗമല്ല. ആര് എന്നുള്ളതിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. മറ്റ് തമിഴ് മോഷ്ടാക്കൾ ആകാം എന്നുള്ളതാണ് സംശയം. ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയ ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട്. കരാറുകൾ നേടാൻ കൈക്കൂലി നൽകിയെന്നും കള്ളം പറഞ്ഞ് ശതകോടികളുടെ നിക്ഷേപം സമാഹരിച്ചുവെന്നുമാണ് കുറ്റപത്രം. അദാനിയുടെ അഴിമതിയിൽ പ്രധാനമന്ത്രിക്കും പങ്കുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. നിയമം നിയമത്തിന്റെ വഴിയിൽ പോകുമെന്ന് BJPയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അദാനി ഗ്രൂപ്പും പ്രതികരിച്ചു. ഗൗതം അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റപത്രം. ഗൗതം അദാനിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ ഇങ്ങനെ: സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 2200 കോടിയിലേറെ രൂപ കൈക്കൂലി നൽകി. കള്ളം പറഞ്ഞ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ശതകോടികളുടെ നിക്ഷേപങ്ങൾ സമാഹരിച്ചു. അദാനി ഗ്രീൻ എനർജിക്കായി വായ്പയെടുക്കാൻ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചു. വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കൊറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരമാണ് ആരോപണങ്ങൾ. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമെന്നും സുതാര്യവും ഭരണപരവുമായ ഗുണനിലവാരം പുലർത്താൻ പ്രതിജ്ഞാബദ്ധമെന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. The Prime Minister is protecting Mr. Adani and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. അദാനിക്കെതിരെ JPC അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. CBI അന്വേഷണം വേണമെന്ന് CPIM-ഉം CPI-യും ആവശ്യപ്പെട്ടു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങിയതെന്നും BJP പ്രതികരിച്ചു. छत्तीसगढ़ में जुलाई 2021 से फरवरी 2022 के बीच में बिजली का बिल मोदी जी की सरकार तो जनरेट नहीं कर रही थी. बिजली का बिल तो भूपेश बघेल जी ही जनरेट कर रहे थे. हम आधार को लेकर लड़ते थे और मैं आज राहुल गांधी से पूछना चाहता हूं, जिस प्रकार हम केस करते थे, केवल प्रेस कॉन्फ्रेंस नहीं करते थे, आप केस करिए ना. മോദിക്കും അദാനിക്കുമെതിരെ വിമർശനവുമായി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി. 25-ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ അദാനി വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. 24 ഡൽഹി. നീതിക്കായി പോരാട്ടം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിനുമായി 24. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗ് മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി അമ്മു സജീവിന്റെ കുടുംബം രംഗത്തെത്തി. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു എസ് സജീവിന്റെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. അമ്മുവിനെ അപായപ്പെടുത്തിയതാണെന്ന് കുടുംബം സംശയിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ എന്തൊക്കെയോ ഒളിക്കുന്നുവെന്ന് അമ്മുവിന്റെ പിതാവ്. അന്വേഷണ പരിധിയിൽ ഹോസ്റ്റൽ അധികൃതരെയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർ പീറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ അതിനെ
എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും സഹോദരൻ അഖിൽ. പത്തനംതിട്ടയിലെത്തി അഖിൽ പോലീസിന് മൊഴി നൽകി. എന്തോന്ന് ഹോസ്റ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. 1.5 മണിക്കൂർ മേളിൽ ഇതാക്കിയെന്ന് വെച്ചാൽ ഡിലേ ആക്കിയെന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് അത്രേ എനിക്ക് പോലീസിനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിയിച്ച് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതേസമയം കുടുംബത്തിന്റെ ആരോപണം പത്തനംതിട്ട ഹോസ്റ്റൽ അധികൃതർ തള്ളി. നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പീഡനവും ഇല്ല, ഒരു ഇതുമില്ല. കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ? നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല. അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചുട്ടിപ്പാറ SME കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോളേജിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പത്തനംതിട്ടയിൽ നാളെ KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. പത്തനംതിട്ട, തിരുവനന്തപുരം. ഇനി മണിപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലേക്ക്. മണിപ്പൂരിൽ സമാധാനം എത്രയകലെ? സർക്കാർ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മണിപ്പൂർ CPIM സംസ്ഥാന സെക്രട്ടറി ക്ഷത്രിമയും സാന്റ. ഓരോ നിമിഷവും ആശങ്കയിലൂടെയാണ് മണിപ്പൂർ കടന്നുപോകുന്നത്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം. മുഖ്യമന്ത്രി N. ബിരേൻ സിംഗിനെ മാറ്റണമെന്നും ക്ഷത്രിമയും സാന്റ 24നോട് പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. മണിപ്പൂർ CPM സംസ്ഥാന സെക്രട്ടറി ക്ഷത്രിമ സാന്ത് 24നോടൊപ്പം ചേരുകയാണ്. ഹൈക്കോടതി. Actually, the Manipur, they are facing the lot of issues there, attacking. In Manipur, unprecedented violence occurred since the 2023 May 3rd. So it is due to the lack of security arrangement, breakdown of the law and order, and this maladministration of the Present Chief Minister Shri N. Biren Singh. Being in lay parties, we try to convince the people on the integrity, unity, and beautiful unity and diversity of the state. The present crisis has many narratives, and BJP and ND Alliance, being divisive forces, they want to create some problems for the consolidation on ethnic lines, because they want to win the 2 seats, inner Manipur parliamentary seat and outer Manipur parliamentary seat during the 18th Lok Sabha elections. Before that, 1 year ago, they tried to divide the people on these ethnic lines to get votes. And what do you think, how to solve this problem? No, first the Chief Minister of Manipur should be replaced by another person, because he is the problem. Because the people, don't want him. All the CSOs don't want him. All the, ethnic groups don't want him. So he must be replaced first, and then the political dialogue should start. Because he is the block on this, the line. മുഖ്യമന്ത്രി N. ബിരേൻ സിംഗിനെ മാറ്റി പകരം മറ്റൊരാൾക്ക് ആ ചുമതല നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ പൂർണ്ണ പരാജയമാണ്, മറ്റ് നടപടിക്രമങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത വിജി, 24. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ നിന്ന് തീർത്ഥാടകരുടെ വരവിൽ കുറവ്. 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വഴി ഉൾപ്പെടെ ഇതുവരെ ദർശനം നടത്തിയത് 50,000-ൽ താഴെ ഭക്തരാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെയും ഇന്നുമാണ് സന്നിധാനത്ത് ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയത്. വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 70,000 ബുക്കിംഗ് ഉണ്ടെങ്കിലും 5,000 മുതൽ 10,000 വരെ തീർത്ഥാടകർ പല ദിവസങ്ങളിലും എത്താറില്ല.
സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള ശരാശരി ദർശനവും 5000-ആണ്. അതേസമയം 18-ാം പടി വഴി ഒരേ സമയം കൂടുതൽ ഭക്തരെ കയറ്റിവിടാനായത് തിരക്ക് നിയന്ത്രിക്കാൻ സഹായകമായെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ. ഒരു ക്രമീകരണം വെച്ചത് അതൊരു നമ്പേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ചില ദിവസം 70,000 ഉള്ള അലക്കുകൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം 75,000 ആളുകൾ ദർശനം നടത്തി പോയി. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ആണ്. അപ്പം വരാത്തത് അവരുടെ പല പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. ഇവിടെ ദർശനം സാധ്യമല്ല എന്നൊരു കരുതാൻ കഴിയില്ല. സീസൺ തുടങ്ങി ഇതുവരെ 4 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തി മടങ്ങിയത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ എത്തിയാൽ ദർശനം നടത്താൻ കഴിയുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കുണ്ട്. എന്നാൽ ആധികാരിക രേഖയുമായി വരുന്ന ഒരു ഭക്തരെയും മല കയറ്റാതെ മടക്കി അയക്കില്ല എന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശദീകരണം. അവധിയായതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. 24 സന്നിധാനം.